മീഖ 7-ാം അധ്യായം 1 മുതൽ 7 വരെ തിരുവചനങ്ങൾ. ബരക്കുമോർ, എനിക്ക് കഷ്ടം! വേനൽക്കാല ഫലങ്ങൾ പറിച്ച ശേഷമുള്ള കാല പെറുക്കുന്നവനെ പോലെ ഞാനായിരിക്കുന്നു. തിന്നുവാൻ ഒരു മുന്തിരിക്കുലയുമില്ലല്ലോ. അത്തിപ്പഴങ്ങൾക്കായി ഞാൻ മോഹിക്കുന്നു. ദൈവഭക്തർ ഭൂമുഖത്തു നിന്ന് ഇല്ലാതായി പോയല്ലോ. മനുഷ്യരിൽ നേരുള്ളവൻ ആരുമില്ലല്ലോ. എല്ലാവരും കെണിവെച്ച് പതിയിരിക്കുന്നു. മനുഷ്യൻ അവൻ്റെ സഹോദരൻ്റെ നാശത്തിനായി വല വിരിക്കുന്നു. അവരുടെ കൈകൾ തിന്മയ്ക്കായി ഒരുങ്ങിയിരിക്കുകയാണ്. രാജാവ് തരിക എന്നും ന്യായാധിപൻ കൈക്കൂലി വയ്ക്കൂ എന്നും പറയുന്നു. വലിയവർ സ്വന്തം ഇഷ്ടം സംസാരിക്കുന്നു. നന്മ അവർ എന്നേക്കുമായി നിരസിച്ചു. അവർ ചിതൽ തിന്ന തുണിക്കണ്ടം പോലെയായി. നിന്റെ ശിക്ഷയുടെ ദിവസം വന്നിരിക്കുന്നു. അവരുടേത് വിലാപഭവനങ്ങളാകും. സ്നേഹിതനെ വിശ്വസിക്കരുത്. നിങ്ങളുടെ അയൽക്കാരനിൽ പ്രത്യാശ വയ്ക്കരുത്. നിന്റെ ഭാര്യയോട് പോലും നിന്റെ വാക്കുകൾ സൂക്ഷിച്ചുപയോഗിക്കുക. എന്തെന്നാൽ മകൻ പിതാവിനെ അപമാനിക്കുന്നു, മകൾ അമ്മയ്ക്കും മരുമകൾ അമ്മായിയമ്മയ്ക്കും എതിരായി നിൽക്കുന്നു. സ്വന്തം വീട്ടുകാർ തന്നെ മനുഷ്യൻ്റെ ശത്രുക്കൾ. ഞാനോ കർത്താവിങ്കിലേക്ക് നോക്കും. എൻ്റെ രക്ഷകനായ ദൈവത്തിനായി ഞാൻ കാത്തിരിക്കും. എൻ്റെ ദൈവം എൻ്റെ പ്രാർത്ഥന കേൾക്കും. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥനകളെ കേൾക്കണമേ. ഞങ്ങളുടെ നിലവിളി നിന്റെ അടുക്കൽ എത്തുമാറാകണമേ. ആമേൻ.